യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിലെ സർക്കാരിന്റെ മുഴുവൻ കള്ളക്കളികളും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇനി അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് ദേവസ്വം മന്ത്രി സ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇപ്പോൾ നിലവിലുള്ള ആളുകളെ നീക്കം ചെയ്യാൻ തയ്യാറാവണം. അതും കൂടെ നീക്കം ചെയ്താൽ അവരുടെ കൂടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും. ഇപ്പൊ ഒരു കാര്യം, ഇതൊരു സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം കാരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ വഞ്ചനയാണ് ശബരിമലയോടും അയ്യപ്പനോടും വിശ്വാസികളോടും ഈ ഗവൺമെന്റ് കാണിച്ചത്. അയ്യപ്പ സംഗമത്തിന്റെ കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും കരുതിയിരുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വെപ്രാളം മാത്രമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ വെപ്രാളം മാത്രമല്ല, ഇതിനെ മറച്ചു പിടിക്കാൻ, കാരണം അവർക്കറിയായിരുന്നു ഇത് പുറത്തു വരാൻ പോവുകയാണെന്നുള്ളത്. അപ്പൊ ഈ തട്ടിപ്പ് മറച്ചു വെക്കാൻ തോന്നിയ പ്രേമമാണ് പെട്ടെന്ന് അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചത്. പക്ഷെ അതുകൊണ്ട് മറച്ചു വെക്കാവുന്ന ഒരു തട്ടിപ്പല്ല ഉണ്ടായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്, അയ്യപ്പന്റെ സ്വത്താണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന് കൂട്ടുന്നത് ആരാണ്? ഇതിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും അഭിനയത്തിലും സർക്കാരിനും ദേവസ്വം ബോർഡിനും പങ്കുണ്ട്, ഒരു സംശയക്കാര്യത്തിന് വേണ്ട. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും ആ സ്ഥാനത്ത് നിന്ന് ആദ്യം നീക്കം ചെയ്യാൻ തയ്യാറാവണം. എന്നിട്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കണം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം. സർക്കാരിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, മോഷ്ടിച്ചവനെ തന്നെ അന്വേഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പോലെയായിരിക്കും. അതുകൊണ്ട് ആ അന്വേഷണത്തിൽ കാര്യമില്ല, സ്വതന്ത്രമായ അന്വേഷണം നടക്കണം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം. ഞങ്ങള് വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ്. പത്തനംതിട്ടയിൽ 9-ാം തീയതി ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തരത്തിലുള്ള അപാകതകളാണ്, അല്ലെങ്കിൽ വലിയ ഒരു കൊള്ളയാണ്, തീവട്ടിക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. തുറന്നു കാട്ടുകയാണ് ഷാഫി പറമ്പിൽ, തുറന്നു കാട്ടുകയാണ്. അതായത് 30 കിലോ വരുന്ന സ്വർണം പൂശിയ ഈ പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അത് ചെന്നൈയിൽ ഇത് റിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ എത്തുന്നത് വെറും ചെമ്പ് മാത്രമാണ്. ഈ വരുന്ന 30 കിലോ സ്വർണം എവിടെ പോയിരിക്കുന്നു? ഈ വരുന്ന 30 കിലോ സ്വർണം എവിടെ പോയിരിക്കുന്നു? അടിച്ചു മാറ്റി പിണറായിയും സഖാക്കളും കൂടി ഈ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. അല്ലെങ്കിലും ഈ പിണറായിക്കും ഈ സഖാക്കൾക്കും എന്ത് അയ്യപ്പൻ, എന്ത് ശബരിമല അല്ലേ? എന്ത് അയ്യപ്പൻ, എന്ത് ശബരിമല? അയ്യപ്പനെയും ശബരിമലയെയും അവഹേളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അവഹേളിക്കുകയും അയ്യപ്പനെയും ശബരിമലയെയും പരിഹസിക്കുകയും ചെയ്തവരാണ് ഈ സഖാക്കൾ. അതല്ലെങ്കിലും അവരങ്ങനെയല്ല ചെയ്യുകയുള്ളൂ. അവര് മതമില്ല, ദൈവമില്ല, ഞങ്ങൾ നിരീശ്വരവാദികളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ പിണറായി വിജയനും സഖാക്കളും, ഭൗതികവാദികളായി നടക്കുന്ന പിണറായി വിജയനും സഖാക്കളും, കാരണം വിശ്വാസിയാകുമ്പോൾ വിശ്വാസികൾക്ക് പലതിനും ലിമിറ്റേഷൻസ് ഉണ്ടാകും. വിശ്വാസികൾക്ക് എപ്പോഴും പല കാര്യങ്ങൾക്കും പല ലിമിറ്റേഷൻസുകൾ ഉണ്ടാവും. അത് വിശ്വാസി അല്ലാത്തവന് തോന്നുന്നത് പോലെ ജീവിക്കാം. അങ്ങനെ തോന്നുന്നത് പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനെയും ശബരിമലയെയും വിശ്വാസത്തെയും മതവിശ്വാസത്തെയും ഒക്കെ അവഹേളിക്കുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഈ പിണറായി വിജയനും സംഘവും ഇന്ന് അവരുടെ കയ്യിൽ ഭരണം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അയ്യപ്പന്റെ മുതല് തന്നെ കട്ടുകൊണ്ടുപോയി തിന്നുകയാണ്. ഒന്നും ചില്ലറ മുതലുകളല്ല, 30 കിലോ വരുന്ന സ്വർണങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. 30 കിലോ സ്വർണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ 30 കിലോ സ്വർണത്തിന്റെ വില എത്രയാണ് എന്ന്. അതാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത് വരെ സ്വർണമുണ്ടായിരുന്ന ഈ പാളികൾ, അത് സ്വർണപ്പാളികൾ എന്ന് തന്നെ അതിനെ വിളിച്ചിരുന്നത് തന്നെ. ആ സ്വർണപ്പാളികൾ ചെന്നൈയിൽ എത്തുമ്പോൾ അത് ചെമ്പുപാളികളായി മാറുകയാണ്. അപ്പോ ഈ ശബരിമലയിൽ നിന്ന് ഇറക്കി ചെന്നൈയിൽ എത്തുന്നതിന്റെ ഇടയിൽ ഈ പിണറായിയും സഖാക്കളും കൂടി അടിച്ചു മാറ്റി. ഈ അടിച്ചു മാറ്റിയത് പുറത്തു വരുമെന്നായപ്പോ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്നിട്ട് അവിടെ എന്താക്കി? അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് രണ്ടാൾക്കാരെ, ഒന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വർഗീയവാദി വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥ്. ഇവരെ രണ്ടുപേരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി. അതാണെങ്കിലോ ആളുകളില്ലാതെ മൂഞ്ചിയും ചെയ്തു പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ തട്ടിപ്പാണെന്ന് വിശ്വാസികൾക്ക് മനസ്സിലായി. അയ്യപ്പ ഭക്തർക്ക് കാര്യം പിടികിട്ടി. അവർക്ക് മനസ്സിലായി
എല്ലാ കാലവും അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും തെറി വിളിക്കുകയും അസഭ്യം പറയുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തവർ ഇന്ന് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കളി, ആ നാടകം, അന്തർധാര അത് ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ ആരും പങ്കെടുത്തില്ല. ലാസ്റ്റ് പൊളിഞ്ഞു പൊട്ടി പാളീസായപ്പോൾ ഈ പിണറായി വിജയൻ സഖാക്കളും ന്യായീകരണവുമായി ഇറങ്ങി. എന്താ ന്യായീകരണം? ഒഴിഞ്ഞ കസേരകളല്ല, അതൊക്കെ നിങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നു. ആ കാര്യം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അത് പൊട്ടിപ്പാളീസായി മാത്രമല്ല, ഈ അയ്യപ്പന്റെ കോപം എന്ന് പറയുന്നത് അത് പിണറായി വിജയന്റെ നെടുന്തലയിൽ വീണിട്ടുണ്ട്. അതാണല്ലോ ഇപ്പൊ ഈ അയ്യപ്പ സംഗമം പൊട്ടിപ്പാളീസാവുന്നു, അതിന്റെ തൊട്ടു പിന്നാലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് പുറത്തു വരുന്നു. ഇത് പുറത്തു വരുമ്പോ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പൊ സഖാക്കൾ പറയുന്നത്, ഇന്നലെ ഈ അന്തിച്ചർച്ചയിൽ ഒരു സഖാവ് ഇരുന്ന് മെഴുകുന്നത് കണ്ടു. ഇത് ഹൈക്കോടതി നേരിട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേസ് എടുക്കാൻ കഴിയില്ല എന്ന്. പച്ച നുണയാണ് സഖാക്കൾ പറയുന്നത്, പച്ച നുണ. ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് അത് ശബരിമലയിൽ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ സാധനമുണ്ട്, അവിടെ എന്തൊക്കെ വസ്തുക്കളുണ്ട്, സ്വത്തുക്കളായിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള കണക്കെടുക്കുവാൻ വേണ്ടിയാണ്. അതല്ലാതെ ഈ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഹൈക്കോടതി ആരെയും നിയമിച്ചിട്ടില്ല. പച്ച നുണകൾ വിളിച്ചു പറയുകയാണ്. കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏത് പൊട്ടനും ഈ അന്വേഷണമൊന്നും നടത്താതെ തന്നെ പൊതുജനങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാവുകയാണ്. അപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനാണ് ഇതിന്റെ ഒന്നാം പ്രതി എന്നുള്ള കാര്യം വ്യക്തമാകും. അപ്പോൾ അന്വേഷിക്കാതിരിക്കാൻ മുടന്ത ന്യായങ്ങൾ പറയാണ്. ഹൈക്കോടതി കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്, അത് സത്യം തന്നെയാ. പക്ഷെ ഹൈക്കോടതി കമ്മീഷനെ നിയോഗിച്ചത് എന്തിനാ? അത് ശബരിമലയിലെ സ്വത്തുക്കളുടെ കണക്ക് വിവരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിലവിൽ അവിടെ എന്തൊക്കെയാണല്ലോ, എത്ര രൂപയുടെ സ്വത്തുണ്ട്, എന്തൊക്കെയുണ്ട്, സ്വർണമായിട്ടും വെള്ളിയായിട്ടും മറ്റുള്ള ആഭരണങ്ങളായിട്ടും ഒക്കെ എന്തൊക്കെയുണ്ട്, എത്ര രൂപയുടെ സ്വത്തുണ്ട്, ഈ കണക്കുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ ഈ സ്വർണ്ണപ്പാളി കട്ട് കൊണ്ടുപോയി കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താനും ഒരു കമ്മീഷനെയും ഹൈക്കോടതി നിയമിച്ചിട്ടില്ല. എന്നിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് പച്ച നുണ ഈ സഖാക്കൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തത് ഏറ്റവും വലിയ മൂത്ത കള്ളൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ കുടുങ്ങുമെന്നാകുമ്പോൾ പച്ച നുണകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ജനങ്ങൾക്ക് നല്ല ഒന്നാം തരം ബുദ്ധിയുണ്ട്. ഇവരുടെ ഈ പറയുന്ന ഈ ചൊവ്വാദോഷമുണ്ടല്ലോ, അത് എവിടെ തുടങ്ങി എന്നറിയാമോ? അതിവര് ഈ കേരളത്തിലെ സ്ത്രീകളെ, സാധാരണക്കാരായ സ്ത്രീകളെ, പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് അവരെ ഇറക്കിക്കൊണ്ട് ഒരു വനിതാ മതിൽ, ഒരു നവോത്ഥാന മതിൽ സൃഷ്ടിച്ചല്ലോ. ആ സൃഷ്ടിച്ചത് മുതൽ ഈ കേരളത്തിലെ എന്താ പറയേണ്ടത്, പോലീസിന്റെ അകമ്പടിയോട് കൂടി രണ്ട് സ്ത്രീകളെ സന്നിധാനത്ത് എത്തിച്ച് സന്നിധാനത്തെ അവഹേളിക്കുകയും അവിടുത്തെ ആചാരങ്ങളെ തെറ്റിക്കുകയും അവിടെ അനാചാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പിണറായി വിജയൻ അന്ന് മുതൽ ഇവർക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നടന്ന ഇലക്ഷനിലെല്ലാം പിണറായി വിജയനും സഖാക്കളും 8 നിലയിൽ പൊട്ടി. കാരണം എന്താ? കാരണം ഭക്തരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം വിശ്വാസത്തിൽ പോലും കൈകടത്താൻ ഇവരെ പോലെയുള്ള തെമ്മാടികൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തർക്ക് മാറി ചിന്തിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അയ്യപ്പനെ വിശ്വസിക്കുന്ന, അയ്യപ്പന്റെ ഭക്തരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാറ്റിക്കുത്തി എല്ലായിടത്തും പൊട്ടി തോറ്റ് തുന്നം പാറി. ഇപ്പോ 2026 തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് ആ വെപ്രാളം പിടിച്ചിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അതും ഈ പറയുന്ന അയ്യപ്പ ഭക്തര് തന്നെ പൊട്ടി പാളീസാക്കി കയ്യിൽ കൊടുത്ത്. എന്താണെങ്കിലും ഈ കാര്യത്തില് ഭക്തരെ വലിയ ഒരു അഭിനന്ദനം അറിയിക്കാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങളും ഭക്തരും അയ്യപ്പ വിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാപട്യത്തെ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞ വാക്കാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത്. ഹിന്ദുക്കളിലെ മുനാഫിക്കാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന്. അതെ, ഇയാൾ മുനാഫിക്കല്ല, ഇയാൾ 2 തോണിയിലും കാല് വെച്ചുകൊണ്ട് തൻ്റെ കസേര ഉറപ്പിക്കുവാനുള്ള നടപ്പാണ്. ഒന്ന് RSSന്റെ കൂടെ കൂടുന്നു, ഇപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് എന്താക്കുന്നു, ഈ വിശ്വാസികളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു. ആചാരങ്ങളെ കാറ്റിൽ പറത്തുവാനും അവിടെ നവോത്ഥാനം ഉണ്ടാക്കുവാനും. എന്താ നവോത്ഥാനം? ഈ പറയുന്ന അവിടുത്തെ ആചാരമായ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം അത് ഇല്ലാതെയാക്കിയിട്ട് അവിടെ യുവതികളെ കൊണ്ടുപോകണം.
അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ആചാരങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിശ്വാസികളെ ഇങ്ങനെ വേദനിപ്പിച്ച പിണറായി വിജയന് അയ്യപ്പൻ തന്നെ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ കോപം ഈ പറയുന്ന പിണറായി വിജയന്റെ നെറുന്തലയിലാണ് വീണിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. അയ്യപ്പ സംഗമം പൊട്ടിപ്പാളിയതായി, അതിന് AI ആണെന്ന് പറഞ്ഞു. കണ്ട ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് AI ആണോ അതല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഈ സ്വർണം 30 കിലോ സ്വർണ്ണ മക്കളെ കൊണ്ടുപോയത്. നിങ്ങൾ എന്താ ചെയ്യുക? 30 കിലോ സ്വർണത്തിനൊക്കെ ഇപ്പോൾ 1 ഗ്രാം സ്വർണത്തിനൊക്കെ എന്താ വില? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 30 കിലോ എന്ന് പറയുമ്പോൾ 30,000 ഗ്രാമായി. 1 ഗ്രാമിന്റെ വില ഇന്ന് 10,000-ന് 11,000 ആയിട്ടുണ്ടോ? 10,000 രൂപ കൂട്ടാം. ഈ 10,000 രൂപ 30,000 ഗ്രാം, 30,000 ഗ്രാം സ്വർണം 10,000 രൂപ വെച്ച് നോക്കുമ്പോൾ എത്രയായി? 30 കോടി രൂപയായി. കൊള്ള, അന്യായ കൊള്ളയല്ലേ? 30 കോടി രൂപ തട്ടിയ പിണറായി മുഖ്യമന്ത്രി, അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടായ ആള്.